നമസ്കാരം. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത വിധത്തിലുള്ള അതീവ സങ്കീർണമായിട്ടുള്ള ഒരു അധികാര പ്രതിസന്ധിയാണ് ഇപ്പോൾ ചെന്നൈയിലെ കോട്ടപ്പള്ളിയിൽ നിലനിൽക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് വിജയുടെ തമിഴക വെട്രി ഘടകം TVK മാറിയിട്ടും സർക്കാർ രൂപീകരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കാത്തത്, ഗവർണർ സ്വീകരിക്കുന്ന കാലതാമസ നയം ജനാധിപത്യ സംവിധാനങ്ങളെ ആകെ അട്ടിമറിക്കുന്നതാണെന്ന ആക്ഷേപം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. 108 സീറ്റുകളുമായിട്ട് കരുത്ത് തെളിയിച്ച വിജയ്ക്കൊപ്പം സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ 5 അംഗങ്ങൾ കൂടി ചേരുന്നതോടെ 113 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് വെറും 5 സീറ്റുകളുടെ അകലം മാത്രമാണ് TVK മുന്നണിക്കുള്ളത് എന്നിരിക്കെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റേണ്ട ഗവർണർ കേന്ദ്ര ഭരണകക്ഷിയായിട്ടുള്ള BJPയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി പ്രവർത്തിക്കുകയാണെന്ന വിമർശനം സംസ്ഥാനത്ത് ഇപ്പോൾ വലിയ ജനരോഷത്തിന് കാരണമായിട്ടുണ്ട്. ഈ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് അന്ത്യം കുറിച്ചില്ലെങ്കിൽ തൻ്റെ 108 MLAമാരും കൂട്ടത്തോടെ രാജിവെക്കുമെന്ന വിജയുടെ പ്രഖ്യാപനം തമിഴ് രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. ഭൂരിപക്ഷം തെളിയിക്കാനായിട്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ ക്ഷണിക്കുക എന്ന ജനാധിപത്യ മര്യാദ നിലനിൽക്കെ അതിന് തയ്യാറാകാത്ത ഗവർണറുടെ നടപടി തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ വിലയിരുത്തുകയാണ്. തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന BJPയെ തുടക്കം മുതലേ വിജയ് അകറ്റി നിർത്തി. BJPയുമായിട്ട് ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിനുമില്ലെന്ന വിജയിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അധികാരത്തിലേക്കുള്ള വഴി തടസ്സപ്പെടുത്താനായിട്ട് കേന്ദ്രത്തെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ആകെയുള്ള 234 സീറ്റുകളിൽ ഒരു സീറ്റിൽ മാത്രം വിജയിച്ച BJP തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയാകാനായിട്ട് ഗവർണറെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണെന്ന വാദം ശരിവെക്കുന്നതാണ് രാജ്ഭവനിൽ നിന്നുള്ള ഓരോ നീക്കങ്ങൾ. ഭൂരിപക്ഷം തെളിയിക്കാനായിട്ട് സഭയിൽ അവസരം നൽകാതെ തിരിച്ചയക്കുന്നത് വഴി മറ്റു പാർട്ടികളെ ഏകോപിപ്പിച്ച് ഒരു അവിശുദ്ധ സഖ്യം കെട്ടിപ്പൊക്കാനുള്ള സാവകാശം BJP തേടുകയാണെന്ന ആരോപണം ഇതിനോടകം തന്നെ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു. ഇതിനിടെ തമിഴ്നാട്ടിലെ പരമ്പരാഗത രാഷ്ട്രീയ വൈരികളായിട്ടുള്ള DMKയും അതോടൊപ്പം തന്നെ ADMKയും അവർ തമ്മിൽ അധികാരത്തിനായിട്ട് കൈകോർക്കുന്നു എന്ന വാർത്തകൾ രാഷ്ട്രീയ ലോകത്തെ ഇപ്പോൾ അമ്പരപ്പിച്ചിരിക്കുകയാണ്. 59 സീറ്റുകളുള്ള DMKയും 47 സീറ്റുകളുള്ള ADMKയും ഒന്നിച്ചാൽ പോലും 106 സീറ്റുകൾ മാത്രമേ തികയുന്നുള്ളൂ എന്നിരിക്കെ വിജയെ തടയാൻ ഏത് അവിശുദ്ധ കൂട്ടുകെട്ടിനും BJP ചരട് വലിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരമൊരു നീക്കം ജനഹിതത്തിന് വിരുദ്ധമാണെന്നും കുതിരക്കച്ചവടത്തിലൂടെ അധികാരം പിടിക്കാനുള്ള ശ്രമം വിജയ്ക്കില്ലെന്നും TVK നേതൃത്വം മുന്നറിയിപ്പ് നൽകും. കേവലം 5 സീറ്റുകളുടെ മാത്രം പിന്തുണ വേണ്ട വിജയ്ക്ക് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ചെറുകക്ഷികളുടെയൊക്കെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗവർണർ മനഃപൂർവ്വം സർക്കാർ രൂപീകരണ നടപടികളൊക്കെ തന്നെ വൈകിപ്പിക്കുന്നു. ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അവഗണിച്ച് പിൻവാതിലൂടെ ഭരണം പിടിക്കാനുള്ള നീക്കം തമിഴ് മണ്ണിൽ വിജയിക്കില്ലെന്നാണ് വിജയ് പക്ഷം ഇവിടെ അവകാശപ്പെടുന്നത്. അധികാരമോഹത്താൽ ADMKയുമായിട്ട് സഖ്യമുണ്ടാക്കാനുള്ള DMKയുടെ നീക്കം ആ പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ വലിയ ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട്. സ്റ്റാലിൻ്റെ സഹോദരിയും പ്രമുഖ നേതാവുമായിട്ടുള്ള കനിമൊഴി ഈ നീക്കത്തോട് കടുത്ത വിയോജിപ്പാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന നിർണായകമായിട്ടുള്ള പാർട്ടി യോഗത്തിൽ നിന്ന് കനിമൊഴി വിട്ടുനിന്നത് DMKക്കുള്ളിലെ അസ്വസ്ഥതകളെല്ലാം തന്നെ പരസ്യമാക്കുന്നതായിരുന്നു. BJPയുടെ പിന്തുണയോടെയുള്ള ADMK സഖ്യം പാർട്ടിയുടെ നയങ്ങൾക്കും ആദർശങ്ങൾക്കും വിരുദ്ധമാണെന്ന് വലിയൊരു വിഭാഗം നേതാക്കൾ വിശ്വസിക്കുന്നു. യോഗത്തിൽ നിന്ന് മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തിയതും വേദിയിലെ കസേരകൾ നീക്കം ചെയ്തതുമെല്ലാം തന്നെ പാർട്ടിയിലെ ആഭ്യന്തര കലഹം രൂക്ഷമാണെന്നതിൻ്റെ തെളിവുകളാണ്. BJPയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നത് DMKയുടെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് കനിമൊഴി ഉൾപ്പെടെയുള്ളവർക്ക് തന്നെ ഇവിടെ സ്റ്റാലിനെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അധികാരത്തിനായിട്ടുള്ള നെട്ടോട്ടത്തിലാണ് പാർട്ടി നേതൃത്വം. ഇടതുപക്ഷ സർക്കാർ ഉൾപ്പെടെയുള്ളവർ ഗവർണറുടെ ഈ നടപടിയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഭൂരിപക്ഷം തെളിയിക്കാനായിട്ട് കഴിയുന്ന സാഹചര്യം നിലനിൽക്കെ വിജയിയെ ക്ഷണിക്കാത്തത് ജനാധിപത്യത്തിൻ്റെ കടക്കൽ ഇപ്പോൾ കത്തിവെക്കുന്നതിന് തുല്യമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടും. ADMK DMK സഖ്യം അത് പ്രായോഗികമല്ലെന്നും അത് ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കുമെന്നും സ്റ്റാലിനോട് പല നേതാക്കളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. BJPയുടെ തണലിൽ ADMK നടത്തുന്ന ഈ ഒരു നീക്കം യഥാർത്ഥത്തിൽ DMKയെ തകർക്കാനുള്ള ഒരു കെണിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഭയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ രാഷ്ട്രപതി ഭരണത്തിനോ അല്ലെങ്കിൽ ഒരു അവിശുദ്ധ സഖ്യത്തിനോ വഴിമാറാതെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ ഭരണമേൽപ്പിക്കുക എന്ന ഭരണഘടനാപരമായിട്ടുള്ള കടമയാണ് ഗവർണർ ചെയ്യേണ്ടതെന്ന് പൊതുസമൂഹവും ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. വിജയുടെ പ്രഖ്യാപനം അത് കേവലം ഒരു ഭീഷണിയല്ല, മറിച്ച് തമിഴ്നാട്ടിലെ ജനാധിപത്യ മൂല്യങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കാനുള്ള ഒരു അവസാന പോരാട്ടമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പോലും ഇവിടെ കാണുന്നത്. 108 MLAമാർ കൂട്ടത്തോടെ അവിടെ രാജിവെച്ചാൽ സംസ്ഥാനം നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത ഭരണഘടനാ പ്രതിസന്ധിയായിരിക്കും. BJPയുടെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും രാഷ്ട്രീയ കൗശലങ്ങൾക്ക് വഴങ്ങാൻ താൻ തയ്യാറല്ലെന്ന വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് വിജയ് ഇതിലൂടെ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തന്നെ മുഖ്യമന്ത്രിയാകാൻ സമ്മതിക്കാത്ത പക്ഷം
സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനായിട്ട് അവസരം ചോദിക്കുകയും അത് നിരസിക്കപ്പെട്ടാൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. ഗവർണറുടെ ഓരോ നീക്കവും ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ചെന്നൈയിലെ രാഷ്ട്രീയ പോരാട്ടം തീർച്ചയായിട്ടും ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളെ വളരെ പിടിച്ചുലയ്ക്കുന്ന തലത്തിലേക്ക് പോലും കാര്യങ്ങൾ മാറ്റുമെന്ന കാര്യം ഉറപ്പാണ്.